എബ്രായർ 13:8 വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അല്ലെ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ഹല്ലേലൂയ. ഈ ജീവിക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ, ഒരു അനുഭവമാക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു അനുഭവമായിട്ട് മാറുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്രിസ്തീയത കൊണ്ട് എന്താ കാര്യം? ശരിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്നവരെ, എനിക്കറിയില്ല അതൊരു മിക്സഡ് ഗ്രൂപ്പ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവം തീയാണ് കേട്ടോ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ, അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ, അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. നമ്മളിങ്ങനെ ഇരുന്നാ പോരാ. നമുക്ക് ഈ കാലഘട്ടത്തില് ആദിമ സഭയില് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായതുപോലെ ഈ കാലഘട്ടത്തില് നമ്മൾ നടക്കുമ്പോൾ, അവിടെ പത്രോസും പൗലോസും ഒക്കെ നടക്കുന്ന വഴികളിൽ അവരുടെ നിഴലേക്കുമ്പോൾ സൗഖ്യം ഉണ്ടായിരുന്നു. അതേ പൊട്ടൻഷ്യല്, അല്ലെ? നമുക്കറിയാം, ജോർദാനെ രണ്ടായിട്ട് കീറിയത് ഏലിയായുടെ അങ്കി അടിച്ചു കഴിഞ്ഞപ്പോൾ പുറകെ കൂടി എലീഷ ഇരട്ടി പങ്കിന് വേണ്ടിയിട്ട് ഗിൽബാലിൽ ചെന്നിട്ട് അവിടെ നിർത്തിയിട്ട് ബഥേലിലേക്ക് പോകാൻ നേരത്ത് ഏലിയ പറയുന്നുണ്ട്, ഇല്ല, ദൈവാണേ സത്യം, അല്ലെ, ദൈവാണേ സാക്ഷി, നിന്നെ പിരിയല്ല എന്ന് പറഞ്ഞിട്ട് ബഥേലിൽ ചെല്ലുക. ബഥേലിൽ നിർത്തിയിട്ട് വീണ്ടും ജെറിക്കോയിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞു, നീ ഇവിടെ നിൽക്കുക, ഇല്ല, ഞാൻ അങ്ങയുടെ കൂടെ തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുക. വീണ്ടും ജോർദാനിലേക്ക് നദി കടക്കാൻ വേണ്ടിയിട്ടാണ് ഏലിയ ഇങ്ങനെ അങ്കി എടുത്തടിക്കുന്നത്. മോശ വടി നീട്ടിക്കഴിഞ്ഞപ്പോൾ ചെങ്കടൽ മാറിയ അതേ ശക്തി, അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി വീണ്ടും ഏലീഷായിലേക്ക് പകർന്ന ഇരട്ടി അഭിഷേകമുള്ള ശക്തി, അതാണ് നമുക്കും ഉള്ള ശക്തി എന്ന് പറയുന്നത്. നമുക്കും ദൈവം തരാൻ ആഗ്രഹിക്കുന്ന, ഈശോ തരാൻ ആഗ്രഹിക്കുന്ന, ഈശോ തന്നെ വചനത്തിൽ പുതിയ പറഞ്ഞിട്ടില്ലേ, ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്യും. യേശു ഉയർപ്പിച്ചവരെക്കാൾ കൂടുതൽ ഉയർപ്പിച്ച എത്രയോ വിശുദ്ധരായിട്ടുള്ള ആൾക്കാര് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് പോയിട്ടുണ്ട്, ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ശരിക്കും പ്രേരിത അവർക്കും ഇവർക്കും ഒക്കെ ഉള്ള സാധനമല്ല, നമുക്കുള്ള സാധനമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുക, വിശുദ്ധമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ തമ്പുരാൻ നടത്തിക്കോളും. ഫ്രം ദ ഹാർട്ട് പറയാ, എനിക്ക് കർത്താവിന്റെ മുമ്പിൽ അടിയേറോ പറയാ, അവന്റെ അടിമയായിരിക്കുക. പിന്നെ ഒരാളുടെ അടിമയാകാൻ അവൻ സമ്മതിക്കുകയല്ല. നാവിന്റെ പ്രശ്നമുണ്ടോ, അതുപോലെ തന്നെ ആസക്തികളുടെ ചില പ്രശ്നമുണ്ടോ, ഇതെല്ലാം കർത്താവിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് അവന്റെ രക്തത്താൽ, തന്റെ കൃപയുടെ സമർത്ഥിക്കത്ത് യേശു ക്രിസ്തുവിൽ പാപമോചനം അവന്റെ രക്തം വഴി രക്ഷയുമാണ് ശരിക്കും.